ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പാണ്. അപ്പം നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് സ്ട്രീറ്റിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നില്ല, അതിന് റെഡിയായിട്ടല്ല വന്നത്. അപ്പോൾ സ്ട്രീറ്റിലേക്ക് എന്താ കാഴ്ചയെന്നൊക്കെ ഒന്ന് കണ്ടുപോരാം. അപ്പോൾ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഈ ലൈറ്റ് കണ്ടോ, ഇത് ദേവീ ക്ഷേത്രത്തിലേക്കുള്ള കാൽനട യാത്രയ്ക്കുള്ള വഴിയാണ് കേട്ടോ. ഏകദേശം 12-13 കിലോമീറ്ററോളം ഉണ്ട്. നടന്നു പോകാനാണെങ്കിൽ അത്രയുണ്ട്. പിന്നെ കുതിരയും ഹെലികോപ്റ്ററും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റ് ആയതുകൊണ്ട് ഇവിടെ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് കൂടുതലുള്ളത്. എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാർബർ ഷോപ്പുകളൊന്നും ഇല്ല. എല്ലാവരും വഴിയരികിലിരുന്ന് മുടിയൊക്കെ റെഡിയാക്കി മിനുക്ക് പണിയൊക്കെ ചെയ്ത് പോകും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ ഇല്ല. ഒറ്റ സ്ഥലത്ത് കാണാൻ സാധിക്കുന്നില്ല ബ്യൂട്ടി പാർലർ. പിന്നെ പിന്നെ സ്ട്രീറ്റുകളിലെ ഫുഡുകൾ, അങ്ങനെ പല പല കാഴ്ചകളാണ്. പിന്നെ നമുക്ക് നടന്നു പോകുന്നവർക്ക് ഈ വടിയൊക്കെ അവൈലബിൾ ആകട്ടോ, കുത്തി നടക്കാൻ. ഏകദേശം 20-30 രൂപ കൊടുത്താൽ ഒരു വടി കിട്ടും. അത് കുത്തി നടന്നു പോവാം. പിന്നെന്താ പറയുക, ജമ്മു കാശ്മീരിലെ കത്രയ്ക്ക് സമീപം ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ ഈ വൈഷ്ണോമാത ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി എന്നീ ഭാവങ്ങളിലാണ് ദേവി ഇരിക്കുന്നത്. വരാൻ സാധിക്കുന്നവരൊന്ന് വന്ന് കണ്ടുപോവുക, പോസിറ്റീവ് വൈബാണ്. നമ്മളതിൻ്റെ താഴെ വരെ പോയുള്ളൂ. അവിടെ പോയി ദേവിയെ തൊഴുതു. എപ്പോഴെങ്കിലും വരാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. പിന്നെന്താ പറയുക, നമ്മൾ അവിടെ അടുത്തൊരു സ്ഥലത്ത് പോയി ഒരു കോഫിയൊക്കെ കുടിച്ചു. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. നമുക്ക് ഉച്ചയ്ക്കായിരുന്നു ട്രെയിൻ, 2 മണിക്ക് ശ്രീനഗറിലോട്ടേ.